ദയാൽ എന്ന ഇവൻ മോഷ്ടിക്കാൻ വേണ്ടി ഒരു വീട്ടിൽ കയറുന്നു. തുടർന്ന് ആ വീട്ടിൽ ഒരാളെ ചങ്ങലയിൽ കെട്ടിയിട്ടിരിക്കുന്നു. ഈ ചങ്ങലയിൽ കെട്ടിയിട്ട ആൾക്ക് അൽഷിമേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ദയാലിനെ കണ്ടിട്ട് അയാളുടെ മകൻ കുമാറാണെന്ന് കരുതുന്നു. മകനാണെന്ന് കരുതിയ ദയാലിനോട് ആ വൃദ്ധൻ കുറേ സംസാരിച്ചു. തുടർന്ന് അയാൾക്ക് മനസ്സിലായി ഇത് തന്റെ മകൻ കുമാറല്ല എന്ന്. അതുകൊണ്ട് തന്നെ ദയാലിനോട് സഹായം ചോദിക്കുന്നു ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി. എന്നിട്ട് അവന് കുറച്ച് കാശ് വാഗ്ദാനവും ചെയ്തു. തുടർന്ന് ഇവർ രണ്ടുപേരും അവിടെ നിന്ന് പോയി ATM നിന്ന് കാശ് എടുക്കുമ്പോഴാണ് ദയാൽ കാണുന്നത് ഇയാളുടെ അക്കൗണ്ടിൽ 25 ലക്ഷം രൂപയുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ ദയാൽ കരുതി ഇയാളെ പറ്റിച്ചിട്ട് ആ 25 ലക്ഷം രൂപ മുഴുവനായും തട്ടിയെടുക്കാമെന്ന്. അതുകൊണ്ട് തന്നെ ഇവൻ ഇയാളെ കൂടെ കൂട്ടി. പിന്നീട് ഈ വൃദ്ധൻ പറയുന്ന സ്ഥലത്തെല്ലാം ദയാലും ഇയാളും പോകുന്നു. പക്ഷേ പോകുന്ന സമയത്തെല്ലാം ഇയാൾക്ക് പിന്നെയും അൽഷിമേഴ്സ് വരികയും ഇത് അയാളുടെ മകനാണെന്ന് കരുതുകയും ചെയ്തു. പക്ഷേ ദയാൽ തിരിച്ചൊന്നും പറയാതെ അതൊക്കെ അംഗീകരിച്ചു. പിന്നീട് ആ വൃദ്ധൻ ATM കയറി പണമെടുക്കാൻ നോക്കുമ്പോൾ അയാൾ ATM നമ്പർ മറന്നുപോയി. പക്ഷേ അയാൾക്കാകട്ടെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടും ATMന്റെ നമ്പർ ഓർമ്മ വരുന്നില്ല. എന്നിട്ട് ഇവൻ അയാളെയും കൂട്ടി ഒരു ലോഡ്ജിൽ റൂം എടുക്കുകയും ഇവന്റെ സുഹൃത്തിനോട് ATMന്റെ ഫോട്ടോ അയച്ചിട്ട് പിൻ നമ്പർ കണ്ടുപിടിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ ദയാൽ ഇയാൾ പറഞ്ഞ പോലെ കുറേ പേരെ കാണുകയും ചെയ്തു. കുറേ ദൂരം യാത്ര ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഒരിക്കൽ നമ്മുടെ ഈ വൃദ്ധൻ താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് ഒരു ഡെഡ് ബോഡി കിട്ടുകയും പോലീസ് അത് അന്വേഷിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ശ്രീനിവാസ് എന്ന ഒരാളും തുണിക്കട ഓണറായ ശ്രീധരൻ എന്ന് പറഞ്ഞ ഒരാളും മരിച്ച നിലയിൽ കണ്ടെത്തി. ശരിക്കും പറഞ്ഞാൽ ഈ വൃദ്ധനായ ഇയാളാണ് ഈ കൊലപാതകങ്ങളൊക്കെ ചെയ്തത്. പിന്നീട് ആ വൃദ്ധൻ ശിവ എന്ന് പറഞ്ഞ ഒരാളെ വിളിക്കുകയും ഈ വൃദ്ധൻ പറയുന്ന സ്ഥലത്ത് അയാളോട് വരാൻ പറയുകയും ചെയ്തു. ഈ ശിവ എന്ന് പറയുന്ന ഇവൻ ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്ത് അവളെ ഭീഷണിപ്പെടുത്തിയവനാണ്. ഈ ശിവയും ഇവന്റെ സുഹൃത്തുക്കളും ചേർന്ന് 2 പെൺകുട്ടികളെ റേപ്പ് ചെയ്തു. ഇതൊക്കെ കൊണ്ട് തന്നെ ആ വൃദ്ധൻ ഇവനെ കൊന്നു. ഒരു ദിവസം ഈ വൃദ്ധന്റെ പേഴ്സിൽ നിന്ന് നായകന് കുറേ സിമ്മുകൾ കിട്ടുകയും നായകൻ സംശയം വരികയും ചെയ്തു. പിന്നീട് ഇയാൾ തനിക്ക് ഉറക്കുഗുളിക കലക്കിയ മദ്യമാണ് തന്നതെന്ന് മനസ്സിലായി. എന്നിട്ട് ദയാൽ ഈ വൃദ്ധന്റെ മൊബൈൽ ഫോൺ ചെക്ക് ചെയ്തു. തുടർന്ന് അതിൽ ചെറിയ പെൺകുട്ടികളെ വേണമെന്ന് പറഞ്ഞ് കുറച്ച് ചാറ്റ് കണ്ടു. അതുകൊണ്ട് ദയാൽ കരുതി ഇയാൾ അത് വൃത്തികെട്ടതാണെന്നും ചെറിയ കുട്ടികളെ ഉപദ്രവിക്കുന്നവരാണെന്നും. എന്നിട്ട് ദയാൽ ഉറങ്ങിയ സമയം നോക്കി ആ വൃദ്ധൻ പുറത്തേക്ക് കടന്നു. പക്ഷേ പുറകെ തന്നെ ദയാൽ അയാളെ ഫോളോ ചെയ്തു. കുറച്ച് സമയം കഴിഞ്ഞപ്പാടും ആ വൃദ്ധൻ ഹോട്ടൽ റൂമിലേക്ക് വന്നു. എന്നിട്ട് ദയാൽ അയാൾ വരുന്നതിന് മുന്നേ ഹോട്ടലിൽ കയറി വാതിലടച്ചു കിടന്ന പോലെ അഭിനയിക്കുകയും ചെയ്തു. പിന്നീടാണ് ആ വയസ്സായ ആളുടെ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. ഇയാളുടെ ഭാര്യയ്ക്ക് അൽഷിമേഴ്സ് ആണ്. അതുപോലെ തന്നെ ഇയാളുടെ ഭാര്യ ഒരു കൗൺസിലറും കൂടിയാണ്. ചെറിയ പെൺകുട്ടികളെ ഉപദ്രവിക്കുന്ന കുറേ കേസുകൾ ഇയാളുടെ ഭാര്യയ്ക്ക് വന്നെങ്കിലും ഇയാളുടെ ഭാര്യയ്ക്ക് അൽഷിമേഴ്സ് ആയതുകൊണ്ട് ആ കേസൊന്നും വിജയിച്ചില്ല. അൽഷിമേഴ്സ് ആയതുകൊണ്ട് തന്നെ ഇയാളുടെ ഭാര്യ അയാളെ തന്നെ പലപ്പോഴും മറന്നുപോയി. എന്നിട്ട് ഇയാളുടെ ഭാര്യ ആത്മഹത്യയും ചെയ്തു. തുടർന്ന് ഇയാളുടെ ഭാര്യയുടെ ആഗ്രഹം പ്രകാരമാണ് പെൺകുട്ടികളെ ഉപദ്രവിക്കുന്നവരെ ഇയാൾ കൊല്ലുന്നത്. പക്ഷേ ദയാൽ അയാളെ പൂർണ്ണമായും തെറ്റിദ്ധരിച്ചു. എന്നിട്ട് അവന്റെ സുഹൃത്തിനോട് പറയുകയും ചെയ്തു ഇയാൾ പെൺകുട്ടികളെ ഉപദ്രവിക്കുന്ന ആളാണെന്ന്. എന്നിട്ട് ദയാലും അവന്റെ സുഹൃത്തും ചേർന്ന് ഇയാൾക്കിട്ട് എന്തെങ്കിലും പണി കൊടുക്കാമെന്ന് പറഞ്ഞ് ഒരു ഫാം ഹൗസിലേക്ക് ഇയാളെ കൂട്ടിക്കൊണ്ടുപോകുന്നു. പിന്നീട് ദയാലിന്റെ സുഹൃത്തും ആ വൃദ്ധനും ചേർന്ന് വണ്ടിയിൽ ഫാം ഹൗസിലേക്ക് പോകുന്നു. അപ്പോഴാണ് ആ വൃദ്ധന് മനസ്സിലാവുന്നത് താൻ മുമ്പ് വന്ന ശിവയും ഈ ദയാലിന്റെ സുഹൃത്തും ചേർന്നാണ് പെൺകുട്ടികളെ ഉപദ്രവിക്കുന്നത് എന്ന്. എന്നിട്ട് ദയാലിന്റെ സുഹൃത്ത് പറഞ്ഞു ദയാലിന്റെ മനസ്സിൽ നിങ്ങളാണ് വില്ലൻ എന്ന്. എന്നിട്ട് ദയാൽ വരുന്നതിന് മുന്നേ ഇവൻ ആ വൃദ്ധനെ കെട്ടിയിടുകയും പിന്നീട് ദയാൽ വരികയും ചെയ്തു. എന്നിട്ട് ഇവന്റെ സുഹൃത്ത് പറഞ്ഞു എന്റെ പങ്ക് ഞാൻ കൊടുത്തെന്ന്, ഇനി നിനക്കെന്താ വേണ്ടതെന്ന് വെച്ചാൽ കൊടുത്തോ എന്ന്. പക്ഷേ ദയാലിന് എല്ലാ സത്യവും മനസ്സിലായി. ആ വൃദ്ധൻ കാറിൽ വെച്ച് ദയാലിന് ഫോൺ ചെയ്യുകയും ഇവർ തമ്മിലുള്ള സംഭാഷണം ദയാൽ കേൾക്കുകയും ചെയ്തു. തുടർന്ന് രണ്ടുപേരും ചേർന്ന് അവനെ കീഴ്പ്പെടുത്തുകയും എന്നിട്ട് ദയാൽ അവനെ കൊല്ലുകയും ചെയ്തു. എന്നിട്ട് ഇവർ രണ്ടുപേരും നിന്ന് കോടതിയിൽ പോകുകയും രണ്ടുപേരും സന്തോഷത്തോടെ ജയിലിൽ പോകുകയും ചെയ്തു.